ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ ട്രംപ് ഉണ്ടല്ല, ഇന്നലെയും പോയിട്ട് ഇറാനെ അങ്ങ് പേടിപ്പിച്ചതേ ഓർമ്മയുള്ളൂ. ഇറാൻ നല്ല മറുപടി നമ്മളെ ട്രംപണിന് കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഈ ട്രംപണിനുണ്ടല്ലോ ഓരോ ദിവസം കൂടുന്നോറുണ്ടല്ല കോമഡി പീസിന്റെ മുകളിൽ കോമഡി പീസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പണ്ട് നമ്മളെല്ലാം സ്കൂൾ പഠിക്കുമ്പോഴല്ല അമേരിക്കൻ പ്രസിഡന്റ് എന്നെല്ലാം കേൾക്കുമ്പോഴല്ല വേറെ തന്നെ ഒരു പവറേനും. പക്ഷെ ആ സ്ഥാനത്തേക്ക് ഈ ട്രംപണം വന്നപ്പോ അതിനിപ്പോ പവറും ഇല്ല, പുണ്ണാക്കിന്റെ വില പോലും ഇല്ലാണ്ടായി. നമുക്കെന്തായാലും ഉണ്ടല്ലോ ആദ്യം തന്നെ നമ്മളെ ട്രംപണൻ ഇന്നലെ ഇറാനെ പേടിപ്പിച്ചത് കേൾക്കാം. അതിനുശേഷം ഇറാൻ കൊടുത്ത നല്ല മറുപടിയും കേൾക്കാം. ഇറാനും അമേരിക്കയും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ നിർണായക ചർച്ച നടക്കാനിരിക്കെ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിലെ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നു. അത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പി ജെയിംസ് തത്സമയം വരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമായി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുപക്ഷെ ലോകം മുൾമുനയിൽ നിൽക്കുന്ന ഒരു നിർണായക ദിനം കൂടിയാണെന്ന് പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ചർച്ച നടക്കാനിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വളരെ നിർണായകമായ ചർച്ചയാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് അമേരിക്ക കയറി ആക്രമിക്കുമെന്നാണ്. ഇപ്പോൾ നിലപാടിൽ അല്പം മാറ്റം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ ആക്രമണത്തിന് ഉള്ള ബേസുകൾ കൊടുക്കാൻ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAE മടി കാണിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പറയുന്നത് അങ്ങനെ വന്നാൽ ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തിന് പിന്തുണ നൽകും എന്നാണ് അമേരിക്ക പറയുന്നത്. അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ ഇറാന്റെ അടുത്ത് കിടക്കുകയാണ്, മറ്റത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി യുദ്ധക്കപ്പലായിട്ടുള്ള ജെറാൾഡ് ഫോർഡ് എന്ന് മാത്രമല്ല ഈ എബ്രഹാം ലിങ്കൻ എന്ന ഇറാൻ തീരത്ത് കിടക്കുന്നതിൽ 90 യുദ്ധവിമാനങ്ങളും പുതുതായിട്ട് എത്തുന്നതിൽ 75 യുദ്ധവിമാനങ്ങളുണ്ട്. എബ്രഹാം ലിങ്കനിൽ മാത്രം 6000-ഓളം പേരാണ് നാവികസേനയും മറ്റുള്ളവരായിട്ട് അതിലുള്ളത്. ഇതുകൂടാതെ ഗൾഫിലെ 8 താവളങ്ങളിലായി US സേനാ താവളങ്ങളിലായി 40,000-ഓളം സൈനികരുണ്ട്. എന്ന് മാത്രമല്ല അവര് ഇപ്പോൾ ജോർദൻ, അവിടെ അമേരിക്കയുടെ ബേസ് ഉള്ളതാണ്, അവിടേക്ക് ഫൈറ്റർ ജെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള അനുമതിയായും ഫൈറ്റർ ജെറ്റുകൾ വരുന്നു, ഡിസ്ട്രോയേഴ്സ് വരുന്നു. ജോർദൻ, സൗദിയും UAE പുതുതായിട്ട് ഇതിന് അനുവദിക്കുന്നില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ മാറ്റങ്ങൾ കാണേണ്ടി വരും. വലിയ രീതിയിൽ അവർ പട കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. ഒരുപക്ഷെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിച്ച് പിന്നിൽ നിന്ന് പിന്തുണ നൽകുന്ന രീതിയായിരിക്കും അമേരിക്ക നടത്തുക. അമേരിക്ക കയറി ആക്രമണത്തിന് പോയാൽ തങ്ങളൊക്കെ എതിർക്കുമെന്ന് സൗദി അറേബ്യയും ബഹ്റൈനും അതുപോലെ തന്നെ UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ അടക്കമുള്ള സഖ്യകക്ഷികളായിട്ടുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അല്പം പിൻവാങ്ങേണ്ട അവസ്ഥയാണ്. അതുകൂടാതെയാണ് ചൈന ഭീഷണി മുടക്കിയിരിക്കുന്നത്. അറബ് രാജ്യങ്ങൾ ഒരു തരത്തിലും അമേരിക്കയോട് ചേർന്ന ആക്രമണത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ ഇറാനോട് നടത്തുന്ന സംസാരത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇറാനിൽ നിന്ന് ചൈനയിലേക്ക് എണ്ണ കൊടുക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ചൈനയെ നേരിട്ട് യുദ്ധത്തിന് വിളിച്ചു വരുന്നതിന് തുല്യമാണ്. വെനസ്വേലയിൽ നിന്ന് 80% കിട്ടിക്കൊണ്ടിരുന്ന ചൈനയ്ക്കാണ് അത് തടഞ്ഞു. ഇനി ഇറാനും കൂടി തടഞ്ഞാൽ ചൈന വെറുതെ ഇരിക്കില്ല. അപ്പൊ ആ ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ. അതിനിടയിലാണ് ഇസ്രായേലും യുദ്ധത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഇസ്രായേലിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നതെന്ന വാർത്ത വരുന്നത്. ഫെബ്രുവരി 25-26 തീയതികളിലാണ് പ്രധാനമന്ത്രി പോകാനിരിക്കുന്ന ഐതിഹാസികമായ യാത്ര എന്ന് പറയുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിയാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമല്ലോ എന്നറിയില്ല. അതുകൊണ്ട് ഇത് വളരെ നിർണായകമായ ദിവസമാണ്. ഈ ചർച്ച പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയിൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തിക്കൊണ്ടൊരു യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ് തെളിയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു വാർത്ത നിങ്ങൾ കേട്ടാ, നമ്മളെ ജി മെല്ലെ ഇസ്രായേലിൽ പോകുന്നുണ്ട് പോലും. അതെന്തിനായിരിക്കും അറിയാം, മറ്റേ ഫയലില്ലേ എപ്സ്റ്റീൻ ഫയൽ, ആ ഫയലും എല്ലാം അവിടെ നിന്ന് മുക്കിക്കൊണ്ടുവരാനായിരിക്കും. എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ നമ്മളെ ട്രംപണുണ്ടല്ല ഇറാനെ ഭയങ്കരമായ പേടിയുണ്ട്. പക്ഷെ അതുണ്ടല്ലോ ആരെയും കാണിക്കാൻ പാടില്ല. ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടില്ല ഭയങ്കരമായ നടക്കേട് നമ്മളെ ട്രംപണിനുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാലോ ഈ കുടുങ്ങിയ സിംഹത്തിന്റെ അവസ്ഥയിലാണ് നമ്മുടെ ട്രംപണിനുള്ളത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ ഇറാനെ പെടുത്താൻ പോയ ട്രംപണനാണ് ഇപ്പൊ ശരിക്കും പെട്ടിട്ടുള്ളത്. അതായത് ഇറാനെ തീർക്കാൻ പോയ ട്രംപണൻ ഇപ്പൊ റഷ്യന്റെ മുന്നിലും ചൈനയുടെ മുന്നിലും ആകെ പെട്ടിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആദ്യം തന്നെ നമ്മൾ ട്രംപണൻ ഇറാൻ കൊടുത്ത ഈ ഭീഷണിയിൽ പേടിച്ച് പറിച്ചിട്ട് ഇറാൻ കൊടുത്ത മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള 2ാം ഘട്ട ചർച്ചയ്ക്ക് കളമൊരുങ്ങുമ്പോഴും ആ മേഖലയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. അമേരിക്കയുടെ പ്രധാനപ്പെട്ട 2 യുദ്ധക്കപ്പലുകൾ ഉണ്ട് ഇറാന്റെ തീരത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് ഇറാന്റെ പ്രകോപനം അമേരിക്കെതിരെ എന്നുള്ളതാണ്. തങ്ങൾ ആക്രമിച്ചാൽ അമേരിക്കയുടെ വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് ഇറാൻ നൽകുന്ന പശ്ചാത്തലമുണ്ട്. ഇതിനിടെ അപ്രതീക്ഷിതമായ മിസൈൽ വർഷവുമായി ഇറാൻ രംഗത്ത് വന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഗൌരവമേറിയ വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഹോർമുസ് കടലിലും മറ്റുമാണ് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം ഇറാൻ അടച്ചിരുന്ന പശ്ചാത്തലമുണ്ടായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയാണ് നീക്കമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അലി നഖ്വി വ്യക്തമാക്കി. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, നമ്മൾ ഒരു തരത്തിൽ സമാധാനം പുരോഗമിക്കുന്നു, സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുന്നു, പക്ഷേ മറ്റൊരു തരത്തിൽ പരസ്പര സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്നു. ഇതിന് പക്ഷേ ആദ്യമായിരിക്കാം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ പോലും സമാധാന ശ്രമങ്ങൾക്കിടയിൽ ആക്രമണം നടത്താൻ തയ്യാറായിരുന്നില്ല. ഒപ്പം നമുക്കറിയാം ഇസ്രായേലും പലസ്തീൻ സംഘർഷത്തിൽ പോലും പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒരു അനഞ്ജനം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2 കൂട്ടരും കടുപ്പിക്കുകയാണ്, പക്ഷേ സമാധാനമെന്ന് മറ്റൊരു തരത്തിൽ പറയുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ഇറാനും അമേരിക്കയും ഒരിക്കലും പരസ്പരം വിട്ടുകൊടുക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. യുഎസിന്റെ ഭാഗത്തു നിന്നായിരുന്നു കഴിഞ്ഞ ദിവസം വലിയൊരു പ്രകോപനം വന്നത്. അതായത് ഈ സമാധാന ചർച്ചകൾ അത് പുരോഗമിക്കുന്നതിനിടെ ട്രംപ് ഒരു പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി. അതായത് 2ാം റൗണ്ട് ആണവ ചർച്ചകൾ അത് നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇറാനിലുള്ള അവരുടെ ആണവ കേന്ദ്രങ്ങൾ തങ്ങളുടെ B2
ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്നൊരു ഭീഷണി അത് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടാണ് ഇറാൻ ഇപ്പോൾ രംഗത്ത് വന്നിരുന്നത്. അതായത് അടിച്ചാൽ ഒരു മടിയും കാണിക്കില്ല, തിരിച്ചടിച്ചിരിക്കും എന്നാണ് ഇറാന്റെ നിലവിലെ ഒരു പ്രവൃത്തി കൊണ്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഹോർമുസ് കടലിടുക്കിലേക്ക് വലിയൊരു മിസൈൽ വർഷം നടത്തി അത്തരമൊരു വലിയ സൈനിക അഭ്യാസത്തിലേക്കാണ് അവരിപ്പോൾ കടന്നിരിക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിലെ തന്നെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്നത് ഈ കടലെടുക്ക് വഴിയാണ്. ഈ കടലെടുക്ക് മണിക്കൂറുകളോളം അടച്ചിട്ടുകൊണ്ടാണ് ഇറാന്റെ ഈ സൈനികാഭ്യാസം ഈ സമയത്ത് നടന്നത്. ജനീവയിൽ വെച്ച് ഈ 2ാം റൗണ്ട് ആണവ ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു. അതിനിടയിലാണ് ഇറാന്റെ ഇത്തരത്തിലുള്ള മിസൈൽ വർഷം നടത്തിയുള്ള സൈനികാഭ്യാസം. ഇത് അമേരിക്കയുടെ ഇവിടെ എബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനെ ഒന്നും കേന്ദ്രീകരിച്ചായിരുന്നില്ല ഇത്തരം ഒരു മിസൈൽ വർഷം എന്ന് പറയുന്നത്. കടലിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് ഇത്തരം ഒരു ആക്രമണം നടത്തിയത്. ഇറാന്റെ തന്നെ വാർത്താ ഏജൻസി ആയിട്ടുള്ള തസ്നിം അവർ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോർമുസ് കടലിടുക്കിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് ഇറാൻ സൈനികാഭ്യാസം നടത്തി അത് കൃത്യസ്ഥാനങ്ങളിൽ പതിക്കുകയും ചെയ്തു എന്നാണ് ഈ തസ്നിം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന കൂടി ഈ സൈനികാഭ്യാസത്തിന് പിന്നാലെ പുറത്തു വരുന്നുണ്ട്. അതായത് ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ ഭീഷണിക്ക് ഒരു ചുട്ട മറുപടി തന്നെയാണ് ഖമനൈ പറഞ്ഞത്. അതായത് US ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ സൈന്യം എന്നുള്ള ട്രംപിന്റെ പ്രസ്താവന അത് ഖമനൈ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, ലോകത്തിലെ ഏറ്റവും ശക്തമായ സേനയ്ക്ക് ലഭിക്കുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാം എന്നൊരു ഭീഷണിയാണ് ഖമനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. സത്യം ഖമനൈ പറഞ്ഞ പോലെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാല്, തലക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാല് ആ പോയ ബുദ്ധിയില്ലേ, ആ പോയ ബുദ്ധി ട്രംപിന് തിരിച്ചു കിട്ടിയാലോ? അതായത് ആ പാറിപ്പോയ കിളിയില് ആ കിളി തിരിച്ചു വന്നിട്ട് വീണ്ടും ട്രംപിന്റെ തലേന്റെ ഉള്ളിൽ കയറിയാലോ? ഭയങ്കരമായ പ്രതീക്ഷയൊന്നുമില്ല. അഥവാ ബുദ്ധി തിരിച്ചു വന്നാല് നല്ല കാര്യമല്ലേ? പിന്നെ ട്രംപണ്ണ ഇറാൻ പറഞ്ഞു കേട്ടില്ലേ, മിസൈലുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചത് എവിടെയാണോ അവിടെ തന്നെ പതിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് നിങ്ങളെ നെതന്യാഹു വണ്ണം വിട്ടുകഴിഞ്ഞാല്, തെക്കോട്ട് വിട്ടുകഴിഞ്ഞാല് വടക്കോട്ട് പോകുന്ന മിസൈലില്ലേ, അതുപോലെയല്ല, എവിടെയാണോ ഇറാൻ വിചാരിച്ചത് അവിടെ തന്നെ കറക്റ്റ് ആയിട്ട് വീണിട്ടുണ്ട്. അതായത് ട്രംപണ്ണ ഇത് ഇറാന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. നിങ്ങൾ അവിടെ ഇറാന്റെ തീരത്ത് ഒരു കപ്പൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടല്ലോ, അതിപ്പോ ചളിയിൽ പൂണ്ട് കിടക്കുകയല്ലേ ചെയ്യുന്നു. ഇറാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാല് ആ ചളിയിൽ പൂണ്ട സാധനം ഉണ്ടല്ലോ എന്നേക്കുമായി അനിസ്പ്രേ ആക്കാൻ കഴിയുമെന്നാണ് ഇറാൻ ഉദ്ദേശിച്ചത്. ഇനി അതിന്റെ ഇടക്കിട്ടില്ല, മോങ്ങാനിരുന്ന പട്ടിന്റെ തലയിൽ സേങ്ങാ വീടെന്ന് പറയില്ലേ, അതുപോലുള്ളൊരു വാർത്തയും കൂടി ഞാൻ കേൾപ്പിച്ചു തരാം. അതായത് നമ്മുടെ ട്രംപിന്റെ പിന്നാലെ റഷ്യന്റെ പുട്ടിനും കൂടി വിട്ടിട്ടുണ്ട്. അതും കൂടി നമുക്ക് കേട്ടിട്ട് വരാം. ഇനി റഷ്യൻ നാവികസേനയുടെ വരാനിരിക്കുന്ന ഏറ്റവും വലിയ കരുത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 30 വർഷത്തോളം നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം സമുദ്രത്തിലെ ആ പഴയ വേട്ടക്കാരൻ തിരിച്ചു വരികയാണ്. റഷ്യയുടെ ആയുധപുരയിലെ ഏറ്റവും മാരകമായ ന്യൂക്ലിയർ ഭീമൻ തിരിച്ചു വരുന്നു. വെറും ഒരു കപ്പലല്ല, റഷ്യയുടെ അഭിമാനമാണ്. അഡ്മിറൽ നഖിമോവ്. കോൾഡ് വാർ കാലത്ത് അമേരിക്കൻ കപ്പലുകളെ കടലിൽ മുക്കാൻ സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ച ആ പഴയ മോൺസ്റ്റർ ഇപ്പോൾ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. 30 വർഷം തുരുമ്പെടുത്ത് കിടന്ന ഒരു ഇരുമ്പ് കൂടാരത്തെ പുടിൻ എങ്ങനെയാണ് ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമാക്കി മാറ്റിയത്? അഡ്മിറൽ നഖിമോവ് എന്ന ആണവ കരുത്തുള്ള റഷ്യൻ ബാറ്റിൽ ക്രൂയിസർ കടലിൽ ഇറങ്ങുമ്പോൾ വിറയ്ക്കുന്നത് അമേരിക്കയും നേറ്റോ സഖ്യവുമാണ്. ഇതൊരു സാധാരണ യുദ്ധക്കപ്പലല്ല, മറിച്ച് ഇതൊരു സെയിലിംഗ് ഫോർട്രസ് അഥവാ സഞ്ചരിക്കുന്ന കോട്ടയാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകതകൾ? അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് ഇത് ശരിക്കും ഭീഷണിയാണോ? പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കപ്പലിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കാം. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളെ ഒറ്റയ്ക്ക് നേരിടാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഈ കിരോവ് ക്ലാസ് ബാറ്റിൽ ക്രൂയിസറുകൾ. പക്ഷേ 90കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ റഷ്യയുടെ സാമ്പത്തിക നില മോശമായി. പണമില്ലാത്ത കാരണം ഈ ഭീമൻ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ പോലും നടത്താൻ പറ്റാതെ സെവെറോഡ്ബിൻസ്കിലെ കപ്പൽശാലയിൽ ഇത് ഉപേക്ഷിക്കപ്പെട്ടു. എല്ലാവരും കരുതി ഇതൊരു തുരുമ്പിച്ച ചരിത്രമാകുമെന്ന്. പക്ഷേ പുടിൻ വന്ന് കഥ മാറ്റി. കോടിക്കണക്കിന് ഡോളർ മുടക്കി ഇതിനെ റീബിൽഡ് ചെയ്തിരിക്കുകയാണ് റഷ്യ. എന്തുകൊണ്ടാണ് അഡ്മിറൽ നഖിമോവ് ഇത്രയും ഡേഞ്ചറസ് ആകുന്നത്? ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഇതിലെ ആയുധങ്ങൾ തന്നെ. ഇതിലിപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത് ലോകത്തെ ഞെട്ടിച്ച സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകളാണ്. ശബ്ദത്തേക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകളെ തടുക്കാൻ നിലവിൽ ലോകത്തെ ഒരു ഡിഫൻസ് സിസ്റ്റത്തിനും കഴിയില്ല. കൂടാതെ കാലിബർ ക്രൂയിസ് മിസൈലുകളും വൻതോതിലുള്ള സർഫസ് ടു എയർ മിസൈലുകളും ഇതിലുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ കപ്പലിന്റെ റേഡാർ പരിധിയിൽപ്പെട്ടാൽ പിന്നെ ശത്രുക്കൾക്ക് രക്ഷയില്ല എന്ന് സാരം. തൽക്കാലം മതിപങ്ങളെ, തൽക്കാലം ഇത്രയും പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ ട്രംപണ്ണുണ്ടല്ല ആകെ പേടിച്ച് പറിച്ചിട്ടുള്ളേ. ബാക്കി കൂടി നിങ്ങൾ ആ കപ്പലിന്റെ വിശേഷം ബാക്കി കൂടി പറഞ്ഞാൽ നമ്മുടെ ട്രംപണ്ണൻ കോമയിലായി പോവും. കോമയില് അല്ലെങ്കിൽ തന്നെ കുത്തും കോമയും തീർക്കും ഒന്നും തിരിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ട്രംപണ്ണനുള്ളത്. മൂപ്പർക്ക് ആകെ അറിയുന്ന കപ്പലേന്നറിയാം, എബ്രഹാം ലിങ്കൺ കപ്പലാണ്. ആ കപ്പലാണെങ്കിൽ ഇറാന്റെ തിരുത്തി ചളി പൂണ്ടി കിടക്കിയത്. അത് ചളിന്ന് എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനുണ്ടല്ലോ നമ്മളെ വളവട്ടണത് കുറെ കലാസിമാർ അങ്ങേക്ക് വിട്ടിട്ടുണ്ട്. അവരെന്താ പറഞ്ഞറിയാം, കപ്പലെടുക്കാൻ ഭയങ്കരമായ ഈസിയാണ്. പക്ഷെ അതിന്റെ കൂടെ ട്രംപണിന്റെ തള്ളലുണ്ടല്ല, ആ തള്ളലും കൂടി ഉണ്ടെങ്കിൽ ആ കപ്പൽ ഒരു കാലത്തും എടുക്കാൻ പറ്റില്ല എന്നാണ്. ഇന്നെന്തായാലും എന്റെ ട്രംപണിന് കൊടുക്കാനുള്ളത് ഇത്ര മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. ട്രംപണിനുള്ള ബാക്കി നമുക്ക് നാളെ കൊടുക്കാം. അപ്പൊ ഓരോ ദിവസം കൂടുന്തോറും കോമഡിന്റെ മുകളിൽ കോമഡി പീസ് ആയിക്കൊണ്ടിരിക്കുന്ന എന്റെ ട്രംപണ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാഗ്.